ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം മനോഹരമായ മഴക്കാലത്തിന് പേരുകെട്ടതാണ്. എന്നാൽ മഴയുടെ സൗന്ദര്യത്തോടൊപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വെല്ലുവിളികൾ കൂടി വരുന്നു. അടുത്തിടെ അപ്രതീക്ഷിതമായ കനത്ത മഴയെ തുടർന്ന് എൻ്റെ കിണർ ഗുരുതരമായ ഒരു പ്രശ്നം നേരിട്ടു. ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നു. കിണറ്റിൽ നിന്നോ ഭൂഗർഭ സ്രോതസ്സിൽ നിന്നോ ഉപരിതലത്തിലേക്ക് വെള്ളം ഉയർത്തുക എന്നതാണ് ഒരു വാട്ടർ പമ്പിംഗ് മോട്ടോറിൻ്റെ പ്രാഥമിക പ്രവർത്തനമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ കിണറ്റിലെ മോട്ടോർ മുങ്ങി, അത് തകരാറിലായി. ജലനിരപ്പിന്റെ പെട്ടെന്നുള്ള വർധനവ് നിങ്ങളുടെ കിണറ്റിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാം. നമ്മുടെ ദൈനംദിന ജല ആവശ്യങ്ങൾക്കായി നമ്മൾ ആശ്രയിക്കുന്ന മോട്ടോറിന് കേടുപാടുകൾ സംഭവിക്കാം. ഇത് ചെലവേറിയതും അസൗകര്യപ്രദവുമായ പ്രശ്നമായിരിക്കും. അപ്പോൾ നമുക്ക് കുടുംബത്തിൽ കുടിക്കാൻ വെള്ളമില്ല മോട്ടോർ വർക്കല്ലാതെ. അല്ല, നമുക്ക് പറ്റി വേറെ ആളുകൾ ശ്രദ്ധിക്കുമല്ലോ, ഓർമ്മിപ്പിക്കാലോ. മഴക്കാലമായപ്പോ എല്ലാ കിണറുകളും നിറയാണ് പെട്ടെന്ന് തന്നെ. അപ്പൊ അതിന് മാത്രം മഴയാണ് പെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യൻ തോമാച്ചിന് തീരെ സമയമില്ലാത്തൊരു ദിവസമാണ്. കുറേ വീടുകളിൽ ഇതുമാതിരി കിണറ്റിൽ വെള്ളം നിറഞ്ഞിട്ട് മോട്ടർ മുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കിണറിന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. മഴ നന്നായിട്ട് പെയ്യുന്നു, അപ്പോൾ വെള്ളം നിറഞ്ഞ് മോട്ടർ കേടുവരാൻ സാധ്യതയുണ്ട്. മോട്ടർ തുരുമ്പിടിച്ചു, അത് കാരണം അഴിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഴിച്ചിട്ട് ഒരു കൊല്ലത്തിട്ടില്ല, അപ്പോഴത്തേനാണ് ഇപ്പോൾ ഇത് ഒരു കൊല്ലത്തിട്ടുണ്ടാവും അല്ലേ, 2 കൊല്ലമായി. അപ്പോൾ അങ്ങനെയാണിത്. എന്നിട്ടാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയത്. അദ്ദേഹം അതിൻ്റെ ബാക്കിലുള്ള കവർ കഴിക്കാനുള്ള പണിപ്പാടിലാണ്. അപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കയറിയ ഭാഗത്ത് അത് കഴിച്ചുകൊണ്ട് പോയിട്ട് ബ്ലോവർ വെച്ച് അടിച്ച് അതിൻ്റെ വെള്ളത്തിനെ കളയാന്നാണ് പറയുന്നത്. നോക്കാം. അല്ലെങ്കിൽ അപ്പോൾ അത് അഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഫാനൊക്കെയാണ് കാണുന്നത്. അപ്പൊ തോമാച്ചൻ പറയണതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയണത്. അപ്പൊ അഴിച്ച് കൊണ്ടുപോയിട്ട് ശ്രമിക്കാം എന്നാണ് പറയണത്. ആ അണിമലും തുരുമ്പുണ്ട്, 4 ആണി വേറെ ഉണ്ട് എക്സ്ട്രാ, അത് അഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ 3 ആണി അഴിച്ചു. ഇനി ഒരു ആണിയും കൂടി ഉണ്ട് അല്ലേ. അത് കുറച്ച് പാടാണ്, തുരുമ്പുണ്ട്. എന്നാലും അദ്ദേഹം അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഴക്കാലത്ത് ഇടതടവില്ലാതെ മഴ പെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് പോയി കിണറിൽ നോക്കി മോട്ടോർ വെള്ളത്തിനടിയിലായോ എന്ന് പരിശോധിക്കൽ ഒരു പതിവാക്കണം. അപ്പോൾ അത് കുറേ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് അഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ആണിയായിരുന്നു അത്, അതിൻ്റെ സ്ക്രൂ ആണി, അതഴിച്ച് കിട്ടി. ഇവിടെ ഈ ഭാഗം അഴിച്ചെടുക്കാൻ കുറച്ച് ഉളിയുടെ പണി ആവശ്യം വരും. എപ്പോഴും ഒരു വിശ്വസനീയ ഇലക്ട്രീഷ്യന്റെ കോണ്ടാക്ട് നമ്പർ കയ്യിൽ സൂക്ഷിക്കുക. കണ്ടോ? അപ്പോൾ അത് ഊരിയെടുക്കാൻ പോകും. അപ്പോൾ അതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കോയിലൊക്കെ നീ കാണുന്നത് കണ്ടോ? ഈ കോയിലാണ് ഇതിൻ്റെ വില. അപ്പുറത്തെ സൈഡിലും അതേമാതിരി തന്നെ വിസിൽ ഉപയോഗിക്കേണ്ടവരുണ്ട് അത് അഴിക്കാൻ. അതിൻ്റെ കവറ് ഓക്കെ. അപ്പോൾ അത് ഊരുന്നു. അത് ഊരാണ്. അത് ഊരിട്ടതേ അദ്ദേഹം അത് അവിടെ ഒരു ഭാഗത്ത് വെക്കാൻ പോണ്. അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഈ കോയിലുള്ള ഭാഗം അതിൽ നിന്ന് അഴിച്ചെടുത്തേക്കണ്. അപ്പോൾ ഇതാണ് അതിനെ കറക്കണ സംവിധാനം. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ റോട്ടർ കറങ്ങും, അപ്പോഴാണ് വെള്ളം മേലേക്ക് കയറുക അല്ലേ. അദ്ദേഹം അത് അഴിച്ചെടുത്തിട്ട് അത് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അത് ശരിയാക്കി കൊണ്ടുവരും. ഇന്ന് തിരക്കാണ്, ഭയങ്കര തിരക്കാ. മഴ പെയ്ത് എല്ലാ വീട്ടുകളിലും വെള്ളം കയറി ആളുകൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം. ഇതാണ് അതിൻ്റെ റോട്ടർ മോട്ടറിൻ്റെ. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ, ഓയിൽ എന്തായാലും മതി, വെളിച്ചെണ്ണയോ എണ്ണയോ അല്ലേ, എന്തായാലും കൊടുത്താൽ മതി. അപ്പോൾ അത് ഫ്യൂച്ചറിൽ ഇനി അത് കറങ്ങാനൊക്കെ കുറച്ചൊന്ന് എളുപ്പമാവും.
എൻ്റെ ബയറിങ്ങുള്ളതാണ് ആ റോട്ടറിലേക്ക് എണ്ണ ഒഴിച്ചെന്ന് വെച്ച് പുരട്ടി കൊടുത്തു. അപ്പോൾ ഇത് അഴിച്ചെടുക്കുമ്പോൾ മോട്ടർ കിണറ്റിലേക്ക് തിരിച്ച് വീഴാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനിപ്പോൾ ഒരാൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കണം ആ കവർ ഊരിയെടുക്കുന്ന സമയത്ത്. അതല്ലെങ്കിൽ നേരെ കിണറ്റിലേക്ക് പോകും. ഈ മൊത്തം ഇത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകും. വളരെ ശ്രദ്ധാപൂർവം മോട്ടറിൻ്റെ ഓസെല്ലാം സ്ട്രൈക്കാക്കി കെട്ടിവെക്കണം, അല്ലെങ്കിൽ അത് താഴത്തേക്ക് വീഴാതിരിക്കണം. ഈ കയറൊക്കെ ചുറ്റിപ്പിടിച്ച് ഇരിക്കുന്നതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് നമ്മളിവിടെ ഒരു അടുത്തുള്ളൊരു മരമുണ്ട്, ആ മരത്തുമ്പോൾ കെട്ടി സേഫാക്കണം. വീണ്ടും കിണറ്റിലേക്ക് ഇടിഞ്ഞ് വേണ്ടിയിരിക്കാൻ കെട്ടി വെച്ചു. മരം ഇല്ലെങ്കിൽ ഒരു കുറ്റി അടിക്കേണ്ടി വരും താഴെ, എന്നിട്ട് അതിലേക്ക് കെട്ടേണ്ടി വരും. അപ്പോൾ അടുത്ത് മരമുള്ളതിൻ്റെ പേരിൽ കുഴപ്പമില്ല. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം ഇലക്ട്രീഷ്യൻ. അദ്ദേഹം ശ്രദ്ധാപൂർവം മോട്ടോർ നീക്കം ചെയ്തു. കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഇട്ടിട്ട് മൂട് വെച്ചിട്ടുണ്ട്. സ്ക്രൂ ഒക്കെയാണ് കാണുന്നത്, കണ്ടോ, അതൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് വെളിച്ചെണ്ണയിൽ ഇട്ട് വയ്ക്കും, മണ്ണെണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ അത് ഇനി അടുത്ത ഫിറ്റ് ചെയ്യാൻ വരുമ്പോൾ നല്ല സ്മൂത്തായി കിട്ടും. അതിന് വേണ്ടിയിട്ട് കണ്ടോ, വെളിച്ചെണ്ണയിൽ ഇട്ടു, അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ സൂപ്പറാവും. ഒന്ന് അതിൻ്റെ ചെളിയും ഇതൊക്കെ ഒന്ന് ലൂസായിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യാൻ എളുപ്പം. കോയിലിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ബൾബ് കത്തിച്ചു വെച്ച് അതിലെ വെള്ളം വറ്റിച്ച ശേഷം വളഞ്ഞ കോയിൽ ഉണക്കി നന്നാക്കി പിറ്റേ ദിവസം അദ്ദേഹം അതുമായി തിരിച്ചെത്തി. വെള്ളത്തിൽ മോട്ടോർ മുങ്ങിക്കിടക്കുന്നതറിയാതെ മോട്ടോർ ഓൺ ചെയ്തപ്പോൾ മെയിൻ ഇലക്ട്രിക് ബോർഡിൽ നിന്നും ട്രിപ്പായതിനാൽ മോട്ടറിന്റെ കത്തലിൽ നിന്നും രക്ഷപ്പെട്ടു. രണ്ടും ഒരേ കളർ ആയാലേ അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. ഇതിന്റെയും അതിന്റെ ഒരേ കളറായിരിക്കും. നമ്മുടെ കിണറ്റിലെ മോട്ടോർ വെള്ളത്തിൽ താഴ്ന്നു പോയാൽ സഹായത്തിനായി നമ്മുടെ പ്രാദേശിക ഇലക്ട്രീഷ്യനെയോ എമർജൻസി സർവീസിനെയോ ബന്ധപ്പെടുക. അവിടെ ഫാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ട ഒരു ക്ലിപ്പ് ഉണ്ട്, കണ്ട ഒരു പിന്ന്, അതതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉറപ്പിക്കണം ഫാൻ, അല്ലെങ്കിൽ ഫാനോട് ഊരിപ്പോരും. അത് നന്നായി ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അത് അടിച്ചത്. വെള്ളത്തിൽ മുങ്ങിയ മോട്ടറിന്റെ അവസ്ഥ മിസ്റ്റർ തോമസിനോട് വിളിച്ച് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം വളരെ വേഗത്തിൽ വന്ന് അത് നന്നാക്കി തന്നു. അത് ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ആദ്യം ഉണ്ടായിരുന്ന പഴയ കവറാണ്, അത് വീണ്ടും അത് ഫിക്സ് ചെയ്യണം. നമുക്ക് പിന്നെ നിങ്ങളുടെ നമുക്ക് പിടിച്ചില്ല, മോട്ടോർ പിടിച്ച് കയറ് പിടിച്ചാൽ മതി. ഓക്കെ, കഴിഞ്ഞു പരിപാടി. മോട്ടോർ ഓൺ ഞാൻ പറയുമ്പോൾ അത് അപ്പോ വീണ്ടും മോട്ടോർ ഓൺ ചെയ്തു വർക്ക് ചെയ്യുന്നത്. കനത്ത മഴയിലും സുരക്ഷിതരായിരിക്കുക, തയ്യാറായിരിക്കുക. നിങ്ങളുടെ കിണറ്റിലെ മോട്ടോർ വെള്ളത്തിൽ മുങ്ങിയാൽ അല്ലെങ്കിൽ വേറെ ഏത് ഇലക്ട്രിക്കൽ പണികൾക്കും എമർജൻസി ആയിട്ട് ഈ നമ്പർ കരുതിയിരിക്കുക. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ പ്രധാനമായും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാരണം കനത്ത മഴ അനുഭവപ്പെടുന്നു. ഇത് സാധാരണയായി ജൂണിൽ എത്തി സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കും. സമൃദ്ധമായ പച്ചപ്പ്, മോട്ടോർ വെച്ചതിന് ശേഷം വീണ്ടും നിറഞ്ഞ നദികൾ, കൃഷിക്കും ജലസംഭരണികൾ നിറയ്ക്കുന്നതിനും കുടിവെള്ളത്തിനും ജലസേചനത്തിനും ജലലഭ്യത ഉറപ്പാക്കുന്നതിനും മഴ നിർണായകമാണ്. എന്നിരുന്നാലും അമിതമായ മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാവുകയും തടസ്സങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും.